ഹായ് എവരിവൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചി ചോറാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. ഇറച്ചിച്ചോറിന് ആവശ്യമായിട്ട് 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 15 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇത് മൂന്നിനെയും നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസിനെയും നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിയൊക്കെ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വരാം. അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരച്ച് സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആകണം സവാള, അതുവരെ വഴറ്റേണ്ടതാണ്. ഈ സമയത്ത് ഫ്ലെയിമിനെ മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ടതാണ്. സവാളയൊക്കെ വഴണ്ട് വരുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ചിരുന്ന് പേസ്റ്റും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീയിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കേണ്ടതാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. പൊടിയുടെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറണം. ഇതിലേക്ക്
കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിസിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കാവുന്നതാണ്. മൊത്തത്തിൽ എത്ര വിസിൽ വേണ്ടി വരും എന്ന് വെച്ചാൽ 10 വിസിലാണ് വേണ്ടത്. ഈ ബീഫ് വേവാനെ കൊണ്ട് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാനെ കൊണ്ട്. കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഇറച്ചി കഷ്ണങ്ങളൊക്കെ മാറ്റിയെടുക്കാം. നമുക്ക് കോരി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കോരി മാറ്റണം. ഈ ഗ്രേവിയെ നമുക്കിനി അളന്നൊഴിക്കാം. എത്ര കപ്പാണോ ഗ്രേവി ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടേകാൽ കപ്പ് ഗ്രേവി ഉണ്ട്. 2.25 കപ്പ് ഗ്രേവി ഉണ്ട്. നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് അരിയാണ്. അങ്ങനെയാണെങ്കിൽ 4.5 കപ്പ് വെള്ളം വേണം. ഇതിലിപ്പോൾ 2.25 കപ്പ് ഗ്രേവി ഉണ്ട്. ബാലൻസ് ഉള്ള 2.25 കപ്പ് വെള്ളവും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ടോട്ടലായിട്ട് 4.5 കപ്പ് വരും. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. അതിന് മുന്നേ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചെടുത്ത് വരട്ടെ. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന ബീഫും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കുക്കറിനെ മൂടി വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 1 വിസിൽ മതിയാവും.
ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കുക്കറിൽ തന്നെ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിന് സൈഡ് ഡിഷായിട്ട് തൈര് കൂട്ടാനൊന്ന് റെഡി ആയിട്ടുണ്ട്. സലാഡാണ്. പിന്നെ കോമ്പിനേഷന് പപ്പടം വച്ചിട്ടുണ്ട്. അച്ചാറും വച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.